കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം. മന്ത്രവാദിനി ഉൾപ്പെടെ 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. കൊല്ലപ്പെട്ട വ്യക്തിയിൽ നിന്ന് പ്രതികൾ 596 പവൻ സ്വർണം കൈക്കലാക്കിയത് അതിവിദഗ്ധമായാണ്. ആ കഥ തുടങ്ങുന്നത് ഇവിടെ. ഭാര്യയുടെ അസുഖത്തെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നു അബ്ദുൽ ഗഫൂർ ഹാജി. നാട്ടിലും പള്ളിയിലുമെല്ലാം സന്തോഷവാനായിരുന്ന അദ്ദേഹം പക്ഷേ ഭാര്യയുടെ അസുഖം മാറാനുള്ള വഴികൾ തേടി അലഞ്ഞു. അങ്ങനെയിരിക്കെ കേസിലെ 2ാം പ്രതിയും മന്ത്രവാദിനിയുമായ ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മാങ്ങാട് സ്വദേശി KH ഷമീനെ അബ്ദുൽ ഗഫൂർ ഹാജി പരിചയപ്പെടുന്നു. ഡിസംബർ 2022 ഭാര്യ ഷെരീഫയുടെ അസുഖം ചികിത്സിക്കാനെന്ന വ്യാജേന KH ഷമീന അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിലെ നിത്യസന്ദർശകയായി. ഒരു 5 വർഷം മുമ്പാണ് ഈ പെണ്ണുങ്ങൾ ഇവിടെ വരുന്നത്. വേറെ ആളെ കെയർ ഓഫിൽ 4-5 വർഷം മുമ്പ് വന്നിട്ട് ഇവിടുന്ന് ആ സമയത്ത് ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നല്ല ഒരു ഇതുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം നേരെ ഉൾട്ടിയാണ്. അവിടെ വരുമ്പോഴാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ ഇതാണ്. അപ്പം ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠനോട് പറയുകയും ചെയ്തിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട പ്രശ്നമാണ്. ഇവള് അപ്പോഴേക്ക് ജ്യേഷ്ഠനെല്ലാം ഇതാക്കിയിട്ട് എടുത്തിരുന്നു. അവള് മൊത്തത്തിൽ സമ്പാദ്യം എല്ലാം അവരുതല്ല. ബാക്കി നമ്മളെ കുടുംബത്തിലെ 12 പേരെ സ്വർണ്ണമാണ് പോയിട്ടുള്ളത്. 12 പേര്, പെങ്ങന്മാരുടെയും അനിയൻ്റെ ഭാര്യതും മകളുടെ മരുമകളുടെ. ചികിത്സയ്ക്കുള്ള ഫീസ് ആദ്യം പണമായി ആവശ്യപ്പെട്ടു, പിന്നെ സ്വർണമായും. പിന്നീടങ്ങോട്ട് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വിശ്വസ്തയായി KH ഷമീന മാറി. ഈ സമയമെല്ലാം ഷമീനയ്ക്ക് സഹായിയായി ആൺ സുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉവൈസും അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആ മരണം ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ അറിയുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള മരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഷെരീഫയുടെ അസുഖം മൂർച്ഛിക്കുമ്പോൾ അത് ജിന്നാണെന്നും ജിന്നിനെ ബഹുമാനിക്കണമെന്നും മന്ത്രവാദിനി KH ഷമീന അബ്ദുൽ ഗഫൂർ ഹാജിയെ വിശ്വസിപ്പിച്ചു. നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളെക്കുറിച്ച് ആളുകളൊക്കെ സംശയം പറഞ്ഞിരുന്നു. ഈ വീടുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളായിരുന്നു. മരണപ്പെട്ട ദിവസം ഇവരുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ രാവിലെ തൊട്ട് ഈ പ്രദേശത്ത് തങ്ങുകയും 3-ാം പ്രതിയായിട്ട് പറയുന്ന സ്ത്രീയുടെ വീട് ഇതേ ടവർ ലൊക്കേഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ പോലീസ് പിറ്റേ ദിവസം ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി പറയുന്നതിന് വേണ്ടി ഇവർ മനഃപൂർവ്വം ചില തെളിവുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടെത്തുകയും നമ്മളത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷെരീഫയുടെ അസുഖം മൂർച്ഛിക്കുമ്പോൾ, അല്ലെങ്കിൽ KH ഷമീനയുടെ കെട്ടുകഥയിൽ പറഞ്ഞാൽ പാത്തു വരുന്ന സമയങ്ങൾ അവർ മുതലെടുത്തു. സ്വർണ്ണാഭരണങ്ങൾ തന്നാൽ അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് മന്ത്രവാദിനി അബ്ദുൽ ഗഫൂർ ഹാജിയെ വിശ്വസിപ്പിച്ചു. പലപ്പോഴായി ഹാജിയുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും KH ഷമീനയും ഉവൈസും തട്ടിയെടുത്തു. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇരട്ടിപ്പിക്കാനായി മന്ത്രവാദം നടത്തിയ ശേഷം മുറിയിൽ പൂട്ടിവെച്ചു. പക്ഷേ രഹസ്യമായി ഇതെല്ലാം കൈക്കലാക്കിയ പ്രതികൾ ആഭരണങ്ങൾ നഗരത്തിലെ ജ്വല്ലറികളിൽ വിറ്റഴിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇവൻ്റെ സഹോദരിമാർ, അഞ്ചൻ്റെ ഭാര്യമാർ ഏകദേശം 596 പവൻ, 90 ഉള്ളിൽ പവൻ നഷ്ടപ്പെട്ടെന്നാണ് ഏകദേശം അന്ന് നിഗമനം. അത് ഏകദേശം ശരിയാണെന്ന് പറഞ്ഞു. 596 പവൻ അത് അവൻ്റെ കുടുംബത്തിൽ തന്നെ പുറത്തുള്ള അത് പുറത്തുള്ള സ്വർണ്ണം ആരും വാങ്ങിയിട്ടില്ല. കൊലപാതകത്തിന്റെ തൊട്ട് തലേന്നാൾ വരെ അബ്ദുൽ ഗഫൂർ ഹാജി പ്രതികൾക്ക് നൽകാൻ ബന്ധുക്കളിൽ നിന്ന് സ്വർണം വാങ്ങി. ഈ സമയം പോലും ആർക്കും ഒരു സംശയത്തിനും ഇവർ ഇടവരുത്തിയില്ല. ജുമയ്ക്ക് മുമ്പ്, അതായത് ഉച്ച നിസ്കാരത്തിന് മുമ്പ് മറവാടണമെന്ന് വെച്ചാൽ അതായത് അങ്ങനെയാണ് മറവാടിയത്. അതിനുശേഷമാണ് ഈ സംസാരങ്ങൾ വരുന്നു, ഈ സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടവരെല്ലാം അറിയുന്നത്. 2023 ഏപ്രിൽ 13 അബ്ദുൽ ഗഫൂർ ഹാജി അവസാനമായി അടുത്ത ബന്ധുവിൽ നിന്ന് സ്വർണം വാങ്ങി. അന്ന് വൈകുന്നേരം 5 മണിവരെ പള്ളിയിലുണ്ടായിരുന്നു. ഭാര്യയും മക്കളും ബന്ധുവീട്ടിലേക്ക് പോയതോടെ രാത്രിയിൽ KH ഷമീനയും ഉവൈസും മറ്റു പ്രതികളും ഹാജിയുടെ വീട്ടിലെത്തി. ഇരട്ടിപ്പിച്ചു നൽകാമെന്ന വ്യാജേന വാങ്ങിയ സ്വർണത്തെക്കുറിച്ച് ചോദിച്ചതോടെ തർക്കമുണ്ടായെന്നാണ് നിഗമനം. ഏപ്രിൽ 14 രാവിലെ 10 മണിക്ക് പോയിട്ട് സ്വർണ്ണം വാങ്ങിച്ചിട്ട് വന്നിരുന്നു. ആ സ്വർണ്ണം വരെ അതിൻ്റെ ഫോട്ടോ വരെ ജ്യേഷ്ഠൻ്റെ മൊബൈലുണ്ട്. 2022 ഏപ്രിൽ 14
അബ്ദുൽ ഗഫൂർ ഹാജിയെ പുറത്തു കാണാത്തതിനാൽ അന്വേഷിക്കാനെത്തിയ സഹോദരനും കുടുംബവുമാണ് മരണവിവരം ആദ്യം അറിയുന്നത്. ബേക്കൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സ്വാഭാവിക മരണമെന്ന നിഗമനത്തിൽ കേസെടുത്തില്ല. മരിച്ചത് വെള്ളിയാഴ്ചയായതിനാൽ മതവിശ്വാസം കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഖബറടക്കി. ഇല്ല അവരോട് അത്യാവശ്യം സ്വർണ്ണം വേണം, ഒരു മാസത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. പിന്നെ ജീവിതത്തിൽ അങ്ങനെ സ്വർണ്ണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പ് അങ്ങനത്തെ ഒരു റിമാർക്കുള്ള ഒരു വ്യക്തിയല്ല. സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത് പിന്നീട് പുറത്തറിഞ്ഞു. അതോടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്ന മന്ത്രവാദി KH ഷമീനയിലേക്കും സംശയത്തിന്റെ വിരൽ നീണ്ടു. പല ചീറ്റിംഗ് കേസിലും ഇവർ പ്രതിയാണെന്ന് അറിയുകയും ഞങ്ങളെ തന്നെ കുറേ ആൾക്കാർ ബന്ധപ്പെട്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോലീസ് മേധാവികൾക്ക് ഞങ്ങൾ വിവരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സമ്മർദ്ദം ശക്തമായതോടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. മരണത്തിലേക്ക് നയിച്ചത് തലക്കേറ്റ അടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിലെ നിർണായക വഴിത്തിരിവ്. തുടർന്നാണ് ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശിനി KH ഷമീന, ആൺ സുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉവൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. വിശ്വാസം മുതലെടുത്ത് പ്രതികൾ എത്ര പേരെ പറ്റിച്ചു എന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. KH ഷമീനയ്ക്കും സംഘത്തിനും പ്രദേശവാസികളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. വൈകാതെ പോലീസ് അന്വേഷണം അവരിലേക്കും നീളും. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.